RS ഫുട്ബോൾ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ട്രാൻസ്ഫർ മാർക്കറ്റിനെ കുറിച്ചാണ്. ട്രാൻസ്ഫർ മാർക്കറ്റ് താൽക്കാലികമായിട്ട് തുറന്നിട്ടുണ്ടായിരുന്നു ക്ലബ് വേൾഡ് കപ്പിനോടനുബന്ധിച്ചിട്ട് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ. അത് ഏകദേശം അവസാനിച്ചിരിക്കണം. അപ്പോൾ കുറേ ട്രാൻസ്ഫർ ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നടക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ട്രാൻസ്ഫറുകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ബാഴ്സലോണയുടെ പുതിയ ഗോൾ കീപ്പറായിട്ട് ജോൺ ഗാസിയ എസ്പാനിയോളിൽ നിന്ന് ആള് 25 മില്യൺ 5 വർഷത്തെ കരാറിലാണ് ബാഴ്സയിലെത്താൻ പോകുന്നത്. ഏകദേശം അടുത്ത ആഴ്ചകളായിട്ട് കോൺട്രാക്ട് സൈനിങ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, മെഡിക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു ഗോൾ കീപ്പറായിട്ട് വരുമ്പോൾ ഷെസ്നിയും ടെർ സ്റ്റെഗന്റെയും സ്ഥിതി എന്തായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ എഴുതപ്പെടും. ആരെ നിലനിർത്തണം, ആരെ ഒഴിവാക്കണം എന്ന്. എനിക്ക് തോന്നുന്നു സ്റ്റേഗൺ മിക്കവാറും ഇപ്പോൾ തുടരാനാണ് ചാൻസ്. സെക്കൻഡ് ഗോൾ കീപ്പർ ആയിട്ടാണെങ്കിലും ഫസ്റ്റ് ഗോൾ കീപ്പർ ആയിട്ടായിട്ടും നല്ലൊരു ഫൈറ്റ് കൊടുക്കുമ്പോൾ അവസാനം നടന്ന ജൽമറിയുടെ മത്സരങ്ങളിലൊക്കെ അത്യാവശ്യം മോശമില്ലാത്ത കളിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും സ്റ്റേഗണും ഹെൻസി ഫ്ലിക്കായിട്ടുള്ള ഒരു ഇത് ചിലപ്പോൾ എനിക്ക് വർക്കൗട്ട് ആവുന്നില്ല. ഷെസ്നിക്ക് തന്നെയായിരിക്കും മുൻഗണന കൊടുക്കുക. അപ്പോൾ സ്റ്റേഗൺ ഇവിടെ നിൽക്കും അതോ പോവോ? എൻ്റെ ഒരു ഇതിൽ പോകാനാണ് ചാൻസ്. ഏതെങ്കിലും നല്ലൊരു ക്ലബ്ബുകൾ ഫസ്റ്റ് ഗോൾ കീപ്പറായിട്ട് തന്നെ ആൾ നിൽക്കുള്ളൂ. അതേപോലെ ഷെസ്നി ഒരു വർഷം കൂടിയിട്ട് എന്തായാലും സെക്കൻഡ് ഗോൾ കീപ്പറും ഫസ്റ്റ് ഗോൾ കീപ്പറൊക്കെ മാറിയിട്ടുള്ള കളികൾ വരും. എന്താ പറയുക, ചാമ്പ്യൻസ് ലീഗും ലീഗ് മത്സരങ്ങൾ, അതേപോലെ കോപ്പ ഡെൽ റേ, അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ വരുമ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ആയിട്ടുള്ള കളികൾ വരും. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇനിയും കാത്തിരുന്ന് കാണാം. എന്താണ് ബാഴ്സലോണയ്ക്ക് ഇനി മത്സരങ്ങൾ ഇപ്പോൾ ഇല്ല. അപ്പോൾ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ തുറക്കുന്ന സമയത്തായിരിക്കും മറ്റുള്ള സൈനിങ്ങളൊക്കെ. അതുകൊണ്ട് ധൃതി പിടിച്ചൊരു സൈനിങ് ഇപ്പോൾ ഇല്ല. ഇനിയിപ്പോൾ റാഷ്ഫോർഡിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, ലൂയിസ് ഡിയാസിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, അതേപോലെ ഡിഫൻഡർമാർ, അങ്ങനെ കുറേ ന്യൂസുകൾ റൂമേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ലൂയിസ് ഡിയാസിനൊക്കെ ഇപ്പോഴും ലിവർപൂൾ ഒരുപാട് റേറ്റാണ് ചോദിക്കുന്നത് പറഞ്ഞിട്ട് ബാർഗനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. റാഷ്ഫോർഡിന്റെ കാര്യം ഏകദേശമൊക്കെ വന്നായിരുന്നു, പിന്നെ ഇപ്പോൾ വീണ്ടും ന്യൂസ് ഇല്ലാതായിട്ടുണ്ട്. അതേപോലെ അടുത്ത് നല്ല തകർത്തുകൊണ്ടിരിക്കുന്നത് ലിവർപൂളും അതേപോലെ നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. സൈനികങ്ങൾ ഇങ്ങനെ വാരിക്കോരിക്കൊണ്ടിരിക്കുകയാണ് അവർ. ലിവർപൂള് ഇപ്പോൾ ഫ്ലോറിയാൻ ബ്രിഡ്സിനെ സൈൻ ചെയ്തിരിക്കുന്നത് 150 മില്യൺ റെക്കോർഡ് തുകയ്ക്ക് മൂന്നാമത്തെ ഏറ്റവും വില കൂടിയ താരമായിട്ട് മാറുകയാണ്. നെയ്മർക്കും എംബാപ്പയ്ക്കും ശേഷം ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് ലിവർപൂൾ ഒരു പ്ലെയറിനെ വാങ്ങിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ലിവർപൂളിന് തൊട്ട് പുറകിൽ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയും മാർക്കറ്റിൽ ശക്തമായിട്ടുണ്ട്. എന്താണ്, പെപ് ഗാർഡിയോളയ്ക്ക് ഈ സീസണിൽ കപ്പുകളൊന്നും ഇല്ലാതിരുന്നപ്പോൾ അത് എന്തായാലും ഇനി പുതിയ സൈനിങ്ങൾ ഡിബ്രോയിനൊക്കെ പോയ ശേഷം എന്തായാലും പുതിയ സൈനികൾ വേണം. അപ്പോൾ AC മിലാനിൽ നിന്ന് ടിജാനി രജേന്ദ്രനെ സൈൻ ചെയ്തിട്ടുണ്ട്. 55 മില്യണോളം കൊടുത്തിട്ടാണ് സിറ്റിയുടെ തട്ടത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ റയാൻ ചെർക്കിനെ ലയോണിൽ നിന്ന് 35 മില്യണാണ് ട്രാൻസ്ഫർ തുക മുടക്കിയിട്ട് സിറ്റി കൊണ്ടുവരുന്നത്. അപ്പോൾ സിറ്റിയും ഒരുമ്പെട്ടിട്ടാണ് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ലിവർപൂളും സിറ്റിയും ഒരുമ്പെട്ടിട്ടാണ് പൈസ ഇറക്കുന്നത്. എന്താ പറഞ്ഞാൽ അവർക്ക് ഇനി അടുത്ത സീസണിൽ എന്താ പറയുക, ലിവർപൂളിന് ഈ സീസണിൽ ആകെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാത്രമേ കിട്ടുള്ളൂ. അത് ബാക്കി എല്ലാ കപ്പും, FA കപ്പും കാർബൺ കപ്പും ചാമ്പ്യൻസ് ലീഗും ഒക്കെ പുറത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത സീസണിൽ എന്തായാലും ഈ കപ്പുകളൊക്കെ നേടാൻ വേണ്ടിയിട്ട് കഠിന പരിശ്രമത്തിലാണ്. അത് ട്രാൻസ്ഫർ വിൻഡോയിൽ അത്രത്തോളം. അതേപോലെ നമ്മുടെ റയൽ മാഡ്രിഡ് ചുളിവിലൂടെ കുറേ പ്ലെയേഴ്സിനെ സെറ്റാക്കാന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് സൈനിങ് നിന്ന് കോൺട്രാക്ട് ഇപ്പോൾ അലക്സാണ്ടർ അർണോൾട്ടിനെ സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കോൺട്രാക്ട് എല്ലാം കംപ്ലീറ്റ് ആയി. ആള് ലിവർപൂളിൽ നിന്ന് 10 മില്യൺ, അതും ധൃതി പിടിച്ചിട്ട് ക്ലബ് വേൾഡ് കപ്പ് മുന്നിൽ കണ്ട് ധൃതി പിടിച്ചിട്ടുള്ള സൈനിങ് ആണ്. എന്താണെന്ന് പറഞ്ഞാൽ ജൂണിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ ജൂൺ അവസാനത്തോട് കോൺട്രാക്ട് അവസാനിച്ച് ഫ്രീ ആയിട്ട് വരേണ്ട പ്ലേയേഴ്സ് 10 മില്യൺ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ലിവർപൂളിന്. അത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ബാക്കിയുള്ള കാര്യമാണ്. 10 മില്യൺ ചുളിവിൽ കിട്ടിയെന്ന് പറയാം. അതേപോലെ തന്നെ അർജന്റീനയുടെ 17-കാരനായ ഫ്രാങ്കോനെ സൈൻ ചെയ്യാൻ പോകുന്നത് റയൽ മാഡ്രിഡ്. പാരീസ് ജർമ്മന് ഈ വണ്ടർകിഡിനെ ഏകദേശം സൈൻ ചെയ്യാൻ വേണ്ടി ഉറപ്പായ ലൂയിസ് എൻട്രിക്കൊക്കെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്നു. ആ സമയത്താണ് റയലിന്റെ റഡാറിൽ പെട്ടു. റയൽ നേരിട്ട് പോയിട്ട് ചങ്ങായിനെ പറഞ്ഞ എഗ്രിമെന്റും പറഞ്ഞ കോൺട്രാക്റ്റും സൈൻ ചെയ്യിക്കാനുള്ള എല്ലാ ഉടമ്പടികളും കൊടുത്ത് 45 മില്യൺ റയലിലേക്ക് തൂക്കാണ്. ഒരു ഹൈജാക്ക് എന്ന് തന്നെ പറയാം ഈ ഒരു ട്രാൻസ്ഫറിനെ. PSG ഏകദേശം എടുത്തു എന്ന് വരെ കൽപ്പിച്ചാണ്. ചങ്ങായി അർജന്റീനയ്ക്ക് വേണ്ടി കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു അർജന്റീനയുടെ പുതിയൊരു താരോദയം തന്നെ പറയാൻ പറ്റും. അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് ഡിബ്രോയിൻ ഫ്രീ ഏജന്റ് ആയിട്ട് നെപ്പോളിയിൽ സൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആളുടെ ഇനിയുള്ള വർഷം ഒരു വർഷം പ്ലസ് 2 ഇയർ ആണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു സൈനിങ് വന്നിട്ട് ബ്രസീലിലെ സൂപ്പർ താരമായ മാത്യു കുഞ്ഞയാണ്. 62.5 മില്യൺ ആണ് സൈൻ ചെയ്തിരിക്കുന്നത്. വോൾസ് എന്നാണ് കുഞ്ഞിയെ സൈൻ ചെയ്യുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 5 വർഷത്തെ കരാറായിരിക്കും സൈൻ ചെയ്യാൻ പോകുന്നത്. മിന്നും ഫോമിൽ കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ ഇപ്പോൾ 2 മത്സരങ്ങളായിട്ട് കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രസീലിന്റെ ഒരു ഭാവി താരം തന്നെ എന്ന് പറയാം മാത്യു കുഞ്ഞ്.
അപ്പോൾ അടുത്തൊരു സൈനിങ് വരാൻ പോകുന്ന ബാഴ്സലോണയുടെ ഭാഗത്താണ്. പെരിസിച്ച് ആണ്. ഇയാൻ പെരിസിച്ചിന് ഫ്രീ ഏജന്റ് ആയിട്ടാണ് ആളുള്ളത്. PSV കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഫ്രീ ഏജന്റ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ബാഴ്സലോണയുടെ ഒരു സ്ട്രൈക്കറായിട്ട് ഒരു വർഷത്തെ കോൺട്രാക്ട് ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ പരിക്ക് പറ്റി ഒരുപാട് ബുദ്ധിമുട്ടിയ സമയത്ത് ബാക്കപ്പിന് വരെ ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരരുത് പറഞ്ഞിട്ട് ഇപ്പോൾ ലൂയിസ് ഡിയാസിനെയും റാഷ്ഫോർഡിനെയും സൈൻ ചെയ്തോ ഇല്ലേ അത് വേറെ വിഷയം. പക്ഷെ ആളൊരു ബാക്കപ്പായിട്ട് വെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ട്രാൻസ്ഫർ വിൻഡോ ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണുള്ള അപ്ഡേഷൻ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ക്ലബ് വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി ക്ലബ് വേൾഡ് കപ്പിന്റെ ചൂടിലായിരിക്കും. 24 മണിക്കൂർ നടക്കുന്ന ഒരു ക്ലബ് വേൾഡ് കപ്പാണ്. അമേരിക്കയിലൊക്കെ രാവിലെ ആകുമ്പോൾ സമയത്ത് മത്സരങ്ങൾ നടക്കുന്ന ഓരോ രാജ്യങ്ങളിലും പല പല ടൈമിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും.